എന്തെങ്കിലും തൊഴിലെടുത്ത് ഞാൻ ചോദിച്ചോളാം. പ്രൈവറ്റ് വ്യവസായം തകർക്കണ സംവിധാനമാണോ അവർ ചെയ്താക്കണം. പ്രൈവറ്റ് വ്യവസായം പാടെ നിന്നു പോകും. ഡീസലിനും പെട്രോളിനൊക്കെ വില മാറും. അപ്പോഴും നഷ്ടം തന്നെയല്ലേ കേന്ദ്ര. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞു. അത് നിങ്ങളെപ്പോലുള്ള സ്വകാര്യ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും എത്ര രീതിയിൽ സാമ്പത്തികമായിട്ട് ഇടിവ് സംഭവിക്കാൻ സാധ്യതയില്ലേ? അതായത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് വ്യവസായം തകർക്കണ സംവിധാനമാണോ അവർ ചെയ്താക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ല സർക്കാരിന് നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ടാക്സ് ഇനത്തിൽ ക്ഷേമനിധി ഇനത്തിൽ ഈ വിധത്തിലൊക്കെ വരുമാനമുള്ളതാണ്. ഈ വരുമാനമാണ് സർക്കാരിന് നഷ്ടമാവുന്നത്. ഈ വരുമാനം കൊണ്ടൊക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് നഷ്ടം സംഭവിക്കും. ഇതിങ്ങനെ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് 3 കോടി രൂപയാണ് സർക്കാരിന് ഒരു ദിവസം നഷ്ടം. അതായത് 90 കോടി രൂപ ഒരു മാസം. ഇത്ര നഷ്ടം സംഭവിച്ചുകൊണ്ട് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനതിനെതിരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് വ്യവസായത്തിനെ താർക്കണ ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തു വെച്ചേക്കണത്. ഇത്രയും എനിക്ക് പറയാമോ. അല്ല, അപ്പോൾ ഈ ഇത് കാണുന്ന UDF ഗവൺമെന്റിനോട് ചേട്ടൻ എന്താ പറയുള്ളത്? UDF ഗവൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികാരം വിടാൻ വേണ്ടിയുള്ള ഒരു വാഗ്ദാനങ്ങളാണ് നൽകിയത്. വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടി പോലും നടത്താനായിട്ട് അവരെ കൊണ്ട് പറ്റൂല. വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ അധികാരത്തിൽ വന്ന സമയത്ത് അവർ 18 മാസത്തെ പെൻഡിങ് പെൻഷൻ ഇട്ടുകൊണ്ടാണ് അവർ പോയത്. ആ പെൻഷൻ മുഴുവനും ബാക്കി കൊടുത്തു തീർത്തത് LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവർ ഈ 5 ഗ്യാരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 എണ്ണത്തിൽ 1 പോലും നടപ്പാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഉടമകൾക്കും അല്ലെങ്കിൽ ജീവനക്കാർക്ക് എങ്ങനെ രീതിയിൽ ബാധിക്കും, സാമ്പത്തിക ഇടിവ് സംഭവിക്കാൻ സാധ്യതയില്ലേ എന്നുള്ളതാണ് ചോദ്യം. സാമ്പത്തികമായിട്ട് പിന്നോട്ട് വെക്കും. പക്ഷേ ഇത് നടപടിയാണ് കേസുള്ളത്. എന്താ വെച്ചാൽ ഇതിക്ക് മുമ്പും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെ ഒരു സൗജന്യ യാത്ര നിലവിൽ വരുത്തിയതാണ്. അത് ഡീസലിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ കാശിയുടെ ബുദ്ധിമുട്ടും കൊണ്ടിട്ട് അത് നിർത്തലാക്കി. ഈ പ്രാവശ്യം അത് തന്നെ സംഭവിക്കുള്ളൂ. ബസ് നടന്നാൽ നിങ്ങളെ പോലുള്ള സ്വകാര്യ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും ഭയങ്കര രീതിയിൽ അത് ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ KSRTCയിലോട്ട് മാറും പെണ്ണുങ്ങൾ. അത് നൈറ്റ് സർവീസിന് അവർ ഇത് കൊടുക്കുന്നില്ല. നൈറ്റ് സർവീസ് ഇതാക്കില്ല എന്നാണ് പറയണത്. ലേഡീസിന് സൗജന്യമില്ല എന്നാണ് പറയുന്നത്. അത് പകല് മാത്രം. ഇതിക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ഒരു സർവീസ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൊണ്ടുവന്നതാണ്. അത് എന്തുകൊണ്ട് അത് നിർത്തലാക്കി? അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോയിക്കൂടെ? അപ്പം നഷ്ടം വന്നിട്ടല്ല അവർ നിർത്തിയത്. അത് ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഡീസലിന് വിലക്കയറ്റം വരാൻ പോകുന്നു. മെയ് അടുത്ത മാസം തൊട്ട് ഡീസലിനും പെട്രോളിനൊക്കെ വില മാറും. അപ്പോഴും നഷ്ടം തന്നെയല്ലേ കേരള സർക്കാരിന് തന്നെ. അപ്പോഴും ഇതേ തന്നെ സ്ഥിതി. ഇപ്പോൾ തുടങ്ങിക്കാനൊക്കെ കൂടി പോകുന്ന 1 മാസം. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും ഉടനെ തന്നെ വിലക്കയറ്റം ഉണ്ടാവുമെന്ന് പല ചർച്ചകളും വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വർഷം ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം കൂടി അതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ സ്ത്രീകളുടെ ഈ ഫ്രീ സർവീസ് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. പലരെയും ജോലി നഷ്ടപ്പെടും, അങ്ങനെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൈവറ്റ് ബസ് വ്യവസായം പാടെ നിന്നു പോകും, തകർത്ത് തരിപ്പണമാവും. കാരണം ഇപ്പോൾ ഇന്നത്തെ പേപ്പറിൽ ഇന്നലെ ന്യൂസ് കാണിച്ചത് 5 രൂപയെങ്കിലും ഡീസലിന് ഇനിയും കൂടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഡീസലിന് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് ഫേസ്റ്റേജ് കൂട്ടേണ്ടി വരും. നിലവിലുള്ള ടിക്കറ്റ് റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ സാഹചര്യം വരുമ്പോൾ ഒന്നുകൂടി ജനങ്ങളുടെ മേലിൽ കൂടുതൽ ബാധ്യത വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ഈ ഭാവിയെക്കുറിച്ച് യാതൊരു വീക്ഷണവും കൂടാതെ ആണോ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്താണ് സംഭവിക്കാൻ പോണേ, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് എന്താണ് സംഭവിക്കാൻ പോണേ, ജീവനക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോണത് നോക്കാതെയാണ് UDF ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്? അതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഇന്നത്തെ ഇവിടുത്തെ പൊതുമേഖല ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. കാരണം അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം UDF ഒരു സർക്കാർ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് പ്രായോഗികമായിട്ട് നടപ്പാക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിലെ ഉടമകളെയും അതിനകത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണമായിരുന്ന ഒരു തീരുമാനം എടുക്കാനായിട്ട്. അവരെ കൂടി ചർച്ചയിൽ ഇതിനകത്തൊരു പങ്കെടുപ്പിച്ച് ഈ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നും കൂടി അറിയാൾക്ക് KSRTCയിൽ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള സ്വകാര്യ ജീവനക്കാരെ എത്തരത്തിൽ ബാധിക്കുന്നു, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴെ പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഇത് കൊടുക്കാൻ പറ്റിയെങ്കിലല്ലേ, ഇപ്പം ഈ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കാൻ പറ്റിയെങ്കിലല്ലേ
ഇങ്ങനെ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരിത് നടപ്പിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. ആ കർണാടക അല്ല കേരളം എന്നാണ് പറയുന്നത്. കേരളത്തിലെ സാമ്പത്തികം വളരെ മോശമല്ലേ? കാരണം ഉള്ളതൊക്കെ ഈ രാഷ്ട്രീയക്കാരെ ഓരോരുത്തർ കൈയടക്കി വെച്ചേക്കാണ്. സാധ്യതയില്ല എന്നാണ് തീർത്തും പറയുന്നത്. ഇത് നടക്കാനായിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, KSRTC ഇങ്ങനെയാണെങ്കിൽ എന്താണ് അടച്ചു പൂട്ടും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ? അടച്ചു പൂട്ടണ്ടല്ല, അവരവർ തിരിച്ചു കൊടുക്കേണ്ടി വരുവാണ്. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഈ KSRTC ആ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണ സമയത്ത് ഒരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിങ്ങോട്ട് തിരിച്ചു തന്നേക്കണമെന്ന്. അതങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതെന്തായാലും നടക്കാൻ സാധ്യതയില്ല. ചേട്ടന് ഇത് ഇങ്ങനെ ഈ രീതിയിൽ നടക്കണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല. നടക്കണത് നല്ലതല്ലേ, പക്ഷെ നടക്കൂലല്ല. പക്ഷേ നിങ്ങളെ പോലെയുള്ള പ്രൈവറ്റ് വ്യവസായികൾ അത് എന്തെങ്കിലും തൊഴിലെടുത്ത് ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഒരാൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ അവിടെ മറുവശത്ത് 2-3 ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതൊക്കെ വെറുതെ പറയണല്ലേ. ആർക്കടെ തൊഴിൽ നഷ്ടപ്പെടാന്ന്? ഒരാൾക്കടെ തൊഴിൽ നഷ്ടപ്പെടില്ല. ഈ തൊഴിലില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലെടുക്കും. ഓരോ മുതലാളിമാർക്കിടെ കീഴിലാണ്. അവർക്ക് ഇത് ഈ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ ഈ സാധനം നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ തൊഴിൽ നഷ്ടപ്പെടും. നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം അരിമേടിക്കണ്ടേ, വേറെ എന്തെങ്കിലും മാർഗം നമ്മൾ സ്വീകരിക്കും.